ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും നമ്മുടെ വീഡിയോസൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട്, കമൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ എല്ലാവരും കഴിയുന്നത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ, ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസമല്ല, ഒരാഴ്ചയോളം ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പറ്റുന്ന സമയത്താണ് ഞാൻ വീഡിയോസ് ഇടലുണ്ടായിരുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ ഡൗൺ ആണ്, നമുക്ക് വീഡിയോസ് ഇടാഞ്ഞിട്ടാണോ എന്നറിയില്ല. മൊത്തത്തിൽ നമ്മൾ ഡൗൺ ആണ് കേട്ടോ, നമ്മളെ ചാനൽ നിൽക്കുന്നത് ഇപ്പം. അപ്പോൾ എല്ലാവരും കഴിയുന്നൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതെന്താ വെച്ചാൽ, നമ്മളെ ആദ്യം വിരിഞ്ഞ കോഴിയല്ല കേട്ടോ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരട വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കോഴിനെ. അപ്പോൾ ആ ഒരു കോഴിയും നമ്മളെ കുഞ്ഞൊക്കെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ ഈ ഒരു ചൂട് സമയത്ത് നല്ല പോലെ കോഴിപ്പേൻ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ കോഴികളിലൊക്കെ. അപ്പോൾ ഈ ഒരു കോഴി വേറെ കോഴി കേട്ടോ, ഇത് വിരിയാനും ഒരു 4 ദിവസം കൂടിയുള്ളൂ. 4 ദിവസം കഴിഞ്ഞാൽ ഇവളെ കോഴിമുട്ടയൊക്കെ വിരിയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവളെ കയ്യിലിപ്പോൾ കുഞ്ഞ് വിരിഞ്ഞതെന്ന് വെച്ചാൽ, ഇതിന് മുമ്പ് വിരിഞ്ഞ തള്ളക്കോഴിൻ്റെ മുട്ട ഒരു 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞില്ലാത്തതുകൊണ്ട് വേറെ കോഴിമുട്ട ഒരു 3-4 മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിരിയാൻ സമയമാകാത്തതുകൊണ്ട്, ബാക്കിയുള്ള കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞത് കൊണ്ടും അപ്പോൾ ഞാൻ ഇവക്ക് വെച്ച് കൊടുത്താൽ കേട്ടോ. അപ്പോൾ ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് മക്കളൊന്ന് ഉഷാറായിട്ട് ഞാൻ ആ വേറെ കോഴിക്ക് തന്നെ വെച്ച് കൊടുക്കും, വിരിഞ്ഞിറങ്ങിയ കോഴിക്ക് തന്നെ വെച്ച് കൊടുക്കും. അപ്പോൾ ഇന്ന് വന്നത് എന്താ വെച്ചാൽ, നമ്മളെ ഈ ഒരു കോഴി ഞാൻ പറഞ്ഞ പോലെ 4 ദിവസം കഴിഞ്ഞിട്ടേ വിരിയുള്ളൂ. അപ്പോൾ നമ്മളെ കൂടിൻ്റെ മോൾ ഭാഗത്താട്ടോ നമ്മൾ ഈ അട വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് എപ്പോഴും മുട്ടയിട്ടിട്ട് ആ ഒരു ശീലമായി, പിന്നെ അവിടെ തന്നെ കിടക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ നമ്മൾ കോഴിമുട്ട വെച്ച് കൊടുത്തത്. അപ്പോൾ അട വെക്കുമ്പോൾ ഞാൻ ഈ ഒരു മരുന്ന് നമ്മളെ കോഴികൾക്ക് വെച്ച് കൊടുക്കാൻ മേല് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അന്നപ്പില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ കോഴിപ്പേനെ പ്രതീക്ഷിച്ചാണ് നമ്മൾ അട വെച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും വിരിഞ്ഞിറങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ വിരിഞ്ഞിറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു മരുന്ന് നമ്മളെ കോഴികൾക്ക് തേച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നന്നാവുക. അപ്പോൾ ഇതാട്ടെ ഈ ഒരു മരുന്ന്, പോറോന്ന് പറഞ്ഞിട്ട് ഈ ഒരു മരുന്നാണ്. അപ്പോൾ നല്ലൊരു മരുന്നാണ് കേട്ടോ. നമ്മളെ കോഴിപ്പേനൊക്കെ പെട്ടെന്ന് നമ്മളെ കയ്യിലൊന്ന് കയറിയാൽ തന്നെ ഇതിൻ്റെ മരുന്നിൻ്റെ ഒരു അംശം ഒന്നും ആയാൽ മതി, നമ്മളെ കോഴിപ്പേൻ ചത്തു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്രയും നല്ലൊരു മരുന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങുന്ന സമയത്ത് ഒരുപാട് റേറ്റൊന്നും ഇല്ലായിരുന്നു, 70 രൂപ 75 രൂപ അങ്ങനെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിന് നല്ല റേറ്റാണ്, ഇത് 50 മില്ലിയാണ്. അപ്പോൾ നല്ല റേറ്റാണ്, 140 എത്രയോ റേറ്റ് വരുന്നുണ്ട്, 145 അങ്ങനെ തോന്നാണ് റേറ്റ് വരുന്നത്, 172 അങ്ങനെ. അപ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ കോഴിപ്പേൻ വന്നറിയാലോ, നമുക്ക് വരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു മരുന്നാട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി കോഴിയുടെ മേലെയൊക്കെ തേച്ച് കൊടുക്കുക. അതേപോലെ അട വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മരുന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്ക് അട വെക്കുന്നതായിരിക്കും കേട്ടോ നന്നാകുക. അപ്പോൾ ഇതന്ന് ഇത്ര റേറ്റില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല റേറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആടുകൾക്ക്, അതേപോലെ വീട്ടിൽ വളർത്തുന്ന പട്ടി, പൂച്ച എന്നിവർക്കൊക്കെ ഈ മരുന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോഴികൾക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കോഴികൾക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയൊരു മരുന്നാണ്. അത്യാവശ്യം വിലയുണ്ട് കേട്ടോ ഈ ഒരു ഇതിന്. അപ്പോൾ അന്ന് ഞാൻ വാങ്ങിയ സമയത്ത് ഇത്ര ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല റേറ്റാണ് കേട്ടോ ഈ ഒരു മരുന്നിന്. അപ്പോൾ ഞാനിത് സ്പ്രേ ബോട്ടിൻ്റെ ആ സ്പ്രേൻ്റെ ആ ഒരു പൈപ്പിംഗ് എടുത്തിട്ട് ഇതിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൂടുമൽ. അപ്പോൾ അങ്ങനെയും ചെയ്യാൻ, ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്താലും മതി. അപ്പോൾ സ്പ്രേ ആണെങ്കിൽ എല്ലായിടെയും സ്പ്രെഡ് ആകുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കോഴികൾക്ക് ഇത് നല്ലതാട്ടോ. കുഞ്ഞുങ്ങളൊന്നും നമുക്ക് എന്തായാലും വെള്ളത്തിൽ കലക്കുന്ന ആ ഒരു മരുന്നിലൊന്നും നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാക്കുന്നതിൻ്റെ റേറ്റ് 143 രൂപയായിട്ട് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് അതേപോലെ ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ, നമ്മളെ വിരിഞ്ഞിറങ്ങാനുള്ള കോഴിയുടെ മേൽ നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാക്കുന്ന ഈ കഴുത്തിൻ്റെ ഒരു ഭാഗത്തും, അതേപോലെ വാലിൻ്റെ ഒരു ഭാഗത്തും, അതേപോലെ ചിറകിൻ്റെ അടിഭാഗത്തുമായിട്ടാട്ടോ നമ്മളിതൊന്ന് ഇതേപോലെ ഒന്ന് ഉറ്റിച്ചു കൊടുക്കുന്നത് ഈ ഒരു മരുന്ന്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത് അറിയുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ നല്ലൊരു എഫക്റ്റീവായിട്ടൊരു മരുന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ വെള്ളത്തിൽ കലക്കി കോഴിനെ മുക്കുന്ന ആ ഒരു മരുന്നുണ്ടല്ലോ, അതുണ്ട്. എന്നാലും അതിനെക്കാട്ടിയും നല്ലൊരു റിസൾട്ട് തരുന്നൊരു മരുന്നാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചെറിയൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് മാത്രമാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്.
അപ്പോൾ ഈ ഒരു ചൂടെ തന്നെ അടവെച്ച് വിരിയിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. നല്ല കോഴിപ്പേൻ്റെ ശല്യമൊക്കെ ഉള്ള ഒരു സീസണാണ്. അപ്പോൾ ഈ ഒരു മരുന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നൊരു മരുന്നാണ്. പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ വീഡിയോസ് നമ്മളെ ചാനലിൽ ഇട്ടിട്ട് ഒരു ഉപകാരമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ട് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ഡെമ്മി മുട്ടയൊക്കെ ഉണ്ടാക്കിയ വീഡിയോസൊക്കെ നമ്മളെ ചാനലുണ്ട്. അപ്പോൾ ഒന്നും കൂടി കറക്റ്റായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ അറിയില്ല, നടക്കുക എന്താ അറിയില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ കോഴിപ്പേന ഉണ്ടല്ലോ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കോഴിപ്പേൻ്റെ ഈ ഒരു ശല്യം ഉള്ള ആൾക്കാർ എന്തായാലും ഈ ഒരു പൊറോണ്ട ഈ ഒരു മരുന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. പുതുതായിട്ട് നമ്മളെ ചാനലാരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കണേ. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.